ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നത് തെർമോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിൽ നിന്നുള്ള വൈദ്യുതിയാണ്. തെർമോ ഇലക്ട്രിക് പവർ സ്റ്റേഷന്റെ എനർജി റിക്വയർമെന്റ്സിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കൽക്കരിയാകുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ പവർ സ്റ്റേഷനാകുന്നു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് 11 kV ആകുന്നു. ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന വോൾട്ടേജ് എന്നത് 750 കിലോ വോൾട്ടേജ് അല്ലെങ്കിൽ 765 കിലോ വോൾട്ടേജ് ആകുന്നു. ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന വോൾട്ടേജ് ആകുന്നു 765 കിലോ വോൾട്ടേജ്. 765 കിലോ വോൾട്ടേജ് എന്നത് തിയററ്റിക്കൽ വോൾട്ടേജ് ആകുന്നു. പ്രാക്ടിക്കലി അത് 750 കിലോ വോൾട്ടേജ് ആകുന്നു. പവർ സ്റ്റേഷനുകളിൽ ജനറേറ്റ് ചെയ്യുന്ന 11 കിലോ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ച് 130 കിലോ വോൾട്ടേജ് ആക്കിയും 230 കിലോ വോൾട്ടേജ് ആക്കിയും 345 കിലോ വോൾട്ടേജ്, 500 കിലോ വോൾട്ടേജ്, 765 കിലോ വോൾട്ടേജ് എന്നിങ്ങനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാറുണ്ട്. ഹീറ്റ് എനർജിയുടെ ഫോമിൽ മിനിമൈസ് ആക്കപ്പെടുന്ന എനർജി ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഹയർ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന വോൾട്ടേജ് ആകുന്നു 765 കിലോ വോൾട്ടേജ്. ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വോൾട്ടേജ് എന്നത് 230 വോൾട്ടേജ് ആകുന്നു. അവിടുത്തെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആകുന്നു. 230 വോൾട്ടേജ് ആൻഡ് 50 ഹെർട്സ് എന്നീ വോൾട്ടേജിലും ഫ്രീക്വൻസിയിലുമാണ് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആദ്യമായി കണ്ടെത്തിയ സയന്റിസ്റ്റ് ആകുന്നു ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ്. 1800കളുടെ തുടക്കത്തിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നത്. വാക്വം ട്യൂബ്, വാക്വം വാൽവ്സ് ഇവിടെ നടക്കുന്നത് തെർമോണിക് എമിഷൻ ആകുന്നു. 1875ലാണ് തെർമോണിക് എമിഷൻ എന്ന ഒരു ഫിനോമിനൻ കണ്ടെത്തിയത്. ഇത് തോമസ് ആൽവ എഡിസൺ ആണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ വാക്വം ട്യൂബ്സിനും വാക്വം വാൽവ്സിനും നടക്കുന്ന തെർമോണിക് എമിഷനെ എഡിസൺ എഫക്റ്റ് എന്നും പറയുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആദ്യമായി കണ്ടെത്തിയ സയന്റിസ്റ്റ് ആകുന്നു ഹെൻറി ചെറ്റ്സ്. ഹെൻറി ചെറ്റ്സ് കണ്ടെത്തിയ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് എക്സ്പ്ലനേഷൻ നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആകുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് കൃത്യമായ എക്സ്പ്ലനേഷൻ നൽകിയത് കൊണ്ടാണ് 1921 ആൽബർട്ട് ഐൻസ്റ്റീന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. 1904ലാണ് ഡയോഡ് കണ്ടെത്തുന്നത്. ഡയോഡ്സിന് 2 ഇലക്ട്രോഡ്സ് ആണ് ഉള്ളത്, ആനോഡും കാഥോഡും. സിംപ്ലസ്റ്റ് ഫോം ഓഫ് വാക്വം ട്യൂബ് എന്നും ഡയോഡിനെ അറിയപ്പെടുന്നു. 3 ഇലക്ട്രോഡുകൾ വരുന്ന വാക്വം ട്യൂബ്സിനെയാണ് ട്രയോഡ് എന്ന് പറയുന്നത്. അതിൽ ആനോഡ് ഉണ്ടാകും, കാഥോഡ് ഉണ്ടാകും, ഗ്രിഡ് ഉണ്ടാകും. 1947ലാണ് ട്രാൻസിസ്റ്റർ കണ്ടെത്തിയത്. ട്രാൻസിസ്റ്ററിനെ ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു, വണ്ടർ ബേബി ഓഫ് ഇലക്ട്രോണിക്സ് എന്നറിയപ്പെടുന്നു. 1958, 1960 കാലഘട്ടങ്ങളിലാണ് ജെർമേനിയം ഐസിയും സിലിക്കൺ ഐസിയും കണ്ടെത്തുന്നത്. ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ ആകുന്നു സിൽവർ. ഇൻസുലേറ്ററിന്റെ എക്സാമ്പിൾസ് ആകുന്നു വുഡ്, പേപ്പർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, ക്വാർട്സ്, റബ്ബർ തുടങ്ങിയവ. സെമി കണ്ടക്ടേഴ്സിന്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആകുന്നു സിലിക്കൺ, ജെർമേനിയം. സോളിഡ്സിലെ ഇലക്ട്രോൺസിന്റെ ക്വാണ്ടം സ്റ്റേറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന തിയറി ആകുന്നു ബാൻഡ് തിയറി ഓഫ് സോളിഡ്. ബാൻഡ് തിയറി ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ സോളിഡ്സിലെ ഇലക്ട്രോൺസിന്റെ ക്വാണ്ടം സ്റ്റേറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന തിയറിക്കാണ് ബാൻഡ് തിയറി ഓഫ് സോളിഡ് എന്ന് പറയുന്നത്. എനർജി ബാൻഡിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു, വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്. ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 6 ആകുന്നു, വാലൻസി എന്ന് പറയുന്നത് 2 ആകുന്നു. ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺ 6ഉം വാലൻസി 2ഉമാണ്. വാലൻസ് ബാൻഡിൽ ഹയർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. എന്നാൽ കണ്ടക്ഷൻ ബാൻഡിൽ വാലൻസ് ബാൻഡിനെ അപേക്ഷിച്ച് ലോവർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇൻ ബിറ്റ്വീനായിട്ട് വരുന്ന എനർജി ഡിഫറൻസിനെയാണ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇൻസുലേറ്ററിലെ ബാൻഡ് ഗ്യാപ്പ് അപ്രോക്സിമേറ്റ്ലി 5 ഇലക്ട്രോൺ വോൾട്ട് ആകുന്നു. സെമി കണ്ടക്ടറിലെ ബാൻഡ് ഗ്യാപ്പ് ഈസ് ഈക്വൽ ടു 1 ഇലക്ട്രോൺ വോൾട്ട് ആകുന്നു. കണ്ടക്ടറിൽ ബാൻഡ് ഗ്യാപ്പ് ഇല്ല. സെമി കണ്ടക്ടറിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, ഇൻട്രൻസിക് സെമി കണ്ടക്ടറിനും എക്സ്ട്രൻസിക് സെമി കണ്ടക്ടറിനും. ഇൻട്രൻസിക് സെമി കണ്ടക്ടറിനെ ഐ ടൈപ്പ്, ഇൻട്രൻസിക്കിലെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ഐ എടുത്ത് ഐ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇൻട്രൻസിക് സെമി കണ്ടക്ടറിനെ പ്യുവർ സെമി കണ്ടക്ടർ എന്ന് പറയുന്നു. പ്യുവർ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻട്രൻസിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഐ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. എന്നാൽ ഇംപ്യൂർ സെമി കണ്ടക്ടർ ആയിട്ടുള്ള എക്സെൻട്രിക് സെമി കണ്ടക്ടറിനാണ് കണ്ടക്ടിവിറ്റി ഉള്ളത്. ദാറ്റ് ഈസ് എക്സെൻട്രിക് സെമി കണ്ടക്ടറിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, പി ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രൻസിക് സെമി കണ്ടക്ടറിനെ എക്സ്ട്രൻസിക് സെമി കണ്ടക്ടറാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാൻ പറ്റും. ഇൻട്രൻസിക് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി കുറവാണ്. അപ്പോൾ കണ്ടക്ടിവിറ്റി കുറവായിട്ടുള്ള ഇൻട്രൻസിക് സെമി കണ്ടക്ടറിനെ എക്സ്ട്രൻസിക് സെമി കണ്ടക്ടറായി മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഇംപ്യൂരിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഡോപ്പിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഇൻട്രൻസിക് എന്തായി മാറും, എക്സ്ട്രൻസിക് ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻട്രൻസിക് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറായിട്ട് നമ്മൾ എടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾസ് ആകുന്നു സിലിക്കൺ, ജെർമേനിയം. സിലിക്കൺ, ജെർമേനിയം എന്ന സെമി കണ്ടക്ടേഴ്സ് പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 14ലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്യൂർ സെമി കണ്ടക്ടറാണ്. സിലിക്കൺ ജെർമേനിയം എന്ന് പറയുന്നത് ഒരു പ്യൂർ സെമി കണ്ടക്ടറാണ്. ദാറ്റ് ഈസ് ഐ ടൈപ്പ് ഓർ ഇൻട്രൻസിക് സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ആകുന്നു സിലിക്കൺ, ജെർമേനിയം. അപ്പോൾ ഈ ഒരു സിലിക്കൺ, ജെർമേനിയം എന്നീ സെമി കണ്ടക്ടേഴ്സ് പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 14ലാണ് വരുന്നത്. ഗ്രൂപ്പ് 14ൽ വരുന്ന സിലിക്കൺ, ജെർമേനിയം എന്നിവ എന്തിന് എക്സാമ്പിൾ ആകുന്നു, ഇൻട്രൻസിക് സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ആകുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിനെ നമുക്ക് എക്സ്ട്രൻസിക് ആക്കി മാറ്റാൻ വേണ്ടി ഡോപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ ഡോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രൂപ്പ് 14ന്റെ നൈബറിംഗ് ഗ്രൂപ്പിൽ വരുന്ന ഗ്രൂപ്പ് 13th അല്ലെങ്കിൽ ഗ്രൂപ്പ് 15ലെ എലമെന്റ്സിനെ ആകുന്നു. ഓക്കെ, ഗ്രൂപ്പ് 13ലെ എലമെന്റ്സിന് നമ്മൾ പറയുന്ന പേര് എർത്ത് മെറ്റൽസ് എന്നാകുന്നു. അതിനെ ബോറോൺ ഫാമിലി എന്നും അറിയപ്പെടുന്നു. അതുപോലെ ഗ്രൂപ്പ് 14th കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് 15ലെ എലമെന്റ്സിനെ നമ്മൾ നിക്ടോജനുകൾ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നൈട്രജൻ ഫാമിലി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഗ്രൂപ്പ് 15ലെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് 13ലെയോ എലമെന്റ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡോപ്പ് ചെയ്യുന്നത്. ഗ്രൂപ്പ് 14ലെ സെമി കണ്ടക്ടർ ആയിട്ടുള്ള സിലിക്കൺ, ജെർമേനിയത്തെ ഡോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പ് 13ലെയോ ഗ്രൂപ്പ് 15ലെയോ എലമെന്റ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഗ്രൂപ്പ് 15ലെ എലമെന്റ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അത് പെന്റാവാലന്റ് ആണ്. ഓക്കെ, അതിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 5 ആണ്. ഗ്രൂപ്പ് 15ന്റെ വാലൻസ് ഇലക്ട്രോൺ 5 ആണ്.
ഗ്രൂപ്പ് 13th എലമെന്റ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അതിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 15th എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സിലിക്കണിലേക്കോ ജെർമേനിയത്തിലേക്കോ ഡോപ്പ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അതിന്റെ പെന്റാവാലൻസി കാരണം അവിടെ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് കൂടും. അപ്പോൾ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് ഗ്രൂപ്പ് 15th വരുന്നത്. അവിടെ ഇലക്ട്രോൺസ് എക്സസ് ആയിട്ടാണ് വരുന്നത്. സിലിക്കൺ ജെർമേനിയത്തിൽ ഇലക്ട്രോൺസ് എക്സസ് ആകുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആകുന്നു. മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിട്ട് വരുന്ന സെമി കണ്ടക്ടേഴ്സ് നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നു. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് വെച്ച് ഡോപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. ദെൻ നമ്മൾ ഗ്രൂപ്പ് 13th എലമെന്റിന് എടുക്കുന്നു. ഗ്രൂപ്പ് 13th എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള ഗ്രൂപ്പ് 13th എലമെന്റ്സിനെ എടുത്ത് നമ്മൾ സിലിക്കൺ ഓർ ജെർമേനിയത്തിലേക്ക് ഡോപ്പ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസിയാണ് വരുന്നത്. അതായത് അവിടെ ഹോൾസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹോൾസ് ആണ് അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് വരുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഹോൾസിന്റെ മൂവ്മെന്റ് കാരണമാണ് അവിടെ കണ്ടക്ടിവിറ്റി പോസിബിൾ ആകുന്നത്. അങ്ങനെയുള്ള ഡിഫറൻസസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം എന്ന് പറയുന്ന ഇന്റൻസീവ് സെമി കണ്ടക്ടറിനെ എക്സ്റ്റൻസീവ് സെമി കണ്ടക്ടറായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനെ നൈബറിംഗ് ഗ്രൂപ്പിൽ വരുന്ന ഗ്രൂപ്പ് 13th ഗ്രൂപ്പ് 15th എലമെന്റ്സിനെ വെച്ച് ഡോപ്പ് ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പ് 15th എലമെന്റ് ഉപയോഗിച്ച് ഇതിനെ ഡോപ്പ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് 15th എലമെന്റിന്റെ പെന്റാവാലൻസി കാരണമായിട്ട് അവിടെ ഇലക്ട്രോൺസ് എക്സസ് ആകുന്നു. ഇലക്ട്രോൺസ് എക്സസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഇലക്ട്രോൺസ് മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് വരുന്ന സെമി കണ്ടക്ടർ നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നു. ഇനി ഗ്രൂപ്പ് 13th എലമെന്റ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ട്രൈവാലന്റ് ആണ്. ട്രൈവാലന്റ് ആയിട്ടുള്ള വാലൻസ് ഇലക്ട്രോൺ വരുന്ന എലമെന്റ്സിനെ എടുത്ത് സിലിക്കണിലേക്ക് ജെർമേനിയത്തിലേക്ക് ഡോപ്പ് ചെയ്യുമ്പോൾ അവിടെ ലാക്ക് ഓഫ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അവിടെ ഹോൾസ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഹോൾസിന്റെ മൂവ്മെന്റ് കാരണമായിട്ട് പോസിറ്റീവ് ചാർജിന്റെ മൂവ്മെന്റ് കാരണമായിട്ട് കണ്ടക്ടിവിറ്റി വരുന്ന സെമി കണ്ടക്ടർ എന്ന് പറയുന്ന പേരാകുന്നു പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടറിന് കാരണം ട്രൈവാലന്റ് എലമെന്റ്സിന്റെ ഡോപ്പിംഗ് ആകുന്നു. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കാരണം പെന്റാവാലന്റ് എലമെന്റ്സിന്റെ ഡോപ്പിംഗ് ആകുന്നു. അവിടെ എൻ ടൈപ്പിൽ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. അവിടെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്യുന്നത്. എന്നാൽ ട്രൈവാലന്റിന്റെ കേസിൽ അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും. അവിടെ ഹോൾസ് ആയിരിക്കും. പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഹോൾസിന്റെ മൂവ്മെന്റ് കാരണമായിട്ടാണ് പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്നത്. ഗ്രൂപ്പ് 13th എലമെന്റ്സ് ആകുന്നു ബോറോൺ, ഇൻഡിയം, ഗാലിയം, താലിയം. ഗ്രൂപ്പ് 15th എലമെന്റ്സ് ആകുന്നു ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. ഗ്രൂപ്പ് 13th എലമെന്റ്സിനെ എർത്ത് മെറ്റൽസ് എന്നും ബോറോൺ ഫാമിലി എന്നറിയപ്പെടുന്നു. ഗ്രൂപ്പ് 15th എലമെന്റ്സിനെ നൈട്രോജൻസ് അല്ലെങ്കിൽ നൈട്രജൻ ഫാമിലി എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സെമി കണ്ടക്ടേഴ്സിലെ കണ്ടക്ടിവിറ്റി ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെ മൂവ്മെന്റ് കാരണമായിട്ടുണ്ടാകാം. പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അവിടെ മെജോറിറ്റി കാരിയേഴ്സ് വരുന്നത് ഹോൾസ് ആകുന്നു. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആകുന്നു. നമുക്കിനി ഡയോഡ് എന്താണെന്ന് നോക്കാം. ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രം ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ഡിവൈസ് ആകുന്നു ഡയോഡ്. ഒരു ഡയറക്ഷനിൽ മാത്രം ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ഡിവൈസ് ആകുന്നു ഡയോഡ്. സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്താണ് ഡയോഡ്സ് നിർമ്മിക്കുന്നത്. സെമി കണ്ടക്ടേഴ്സ് വരുന്നതിന് മുമ്പ് തെർമിയോണിക് ഡയോഡ്സ് അല്ലെങ്കിൽ വാക്വം ട്യൂബ്സ്, വാക്വം വാൽവ്സ് ആയിരുന്നു നമ്മൾ ഡയോഡായിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിലിക്കൺ, ജെർമേനിയം എന്നീ സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡയോഡ് നിർമ്മിക്കുന്നതെന്ന്. ഈ ഡയോഡിന് രണ്ട് സൈഡ്സ് ഉണ്ടാകും. ഒരു സൈഡ് പി ടൈപ്പും മറ്റൊരു സൈഡ് എൻ ടൈപ്പുമായിട്ട്. അപ്പോൾ അതായത് ഒരു സൈഡ് എന്തായിരിക്കും, ഡോണർ ആറ്റവും ഒരു സൈഡ് അക്സെപ്റ്റർ ആറ്റവും ആയിരിക്കും ഉണ്ടാവുക. അക്സെപ്റ്റർ സെക്ഷൻ എന്ന് പറയുന്നത് പി ടൈപ്പ് ആണ്. ഡോണർ സെക്ഷൻ എന്ന് പറയുന്നത് എൻ ടൈപ്പ് ആണ്. കാരണം അക്സെപ്റ്റർ സെക്ഷനായിട്ട് പി ടൈപ്പിൽ എടുക്കാനുള്ള കാരണം അവിടെ ഹോൾസ് ആണ്. ഹോൾസ് എന്ന് പറയുന്ന ശൂന്യമായ സ്ഥലങ്ങളാണ്. അങ്ങോട്ട് ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അതുകൊണ്ട് അക്സെപ്റ്റർ സൈഡ് എന്ന് പറയുന്നത് പി ടൈപ്പ് ആണ്. കാരണം അവിടെ ഹോൾസ് ആണ് കൂടുതലും. ഡോണർ സൈഡ് എന്ന് പറയുന്നത് എൻ ടൈപ്പ് സെക്ഷൻ ആണ്. അത് ഡോണർ സെക്ഷൻ എന്ന് പറയാനുള്ള കാരണം അവിടെ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് എക്സസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഡോണർ സെക്ഷനായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡയോഡിന് രണ്ട് സെക്ഷൻസ് ഉണ്ടാകും. അക്സെപ്റ്റർ സെക്ഷനും ഡോണർ സെക്ഷനും ഉണ്ടായിരിക്കും. ഓക്കെ, അക്സെപ്റ്റർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പി ടൈപ്പ് സെക്ഷൻ ആകുന്നു. ഡോണർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ ടൈപ്പ് സെക്ഷൻ ആകുന്നു. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യുന്ന എലമെന്റ്സുകൾക്ക് ബെസ്റ്റ് എക്സാമ്പിൾസ് ആകുന്നു ഫോസ്ഫറസ്, ആന്റിമണി, ബിസ്മത്ത് തുടങ്ങിയവ. പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഡോപ്പ് ചെയ്യുന്ന എലമെന്റ്സ് ആകുന്നു ഫോസ്ഫറസ്, ഗാലിയം, ഇൻഡിയം, താലിയം. ഡയോഡ്, ട്രാൻസിസ്റ്റർ തുടങ്ങിയ ഇലക്ട്രോണിക് കമ്പോണൻസിന്റെ ഏറ്റവും ബേസിക് ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് പി എൻ ജംഗ്ഷൻ ആകുന്നു. പി എൻ ജംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഡയോഡ്, ട്രാൻസിസ്റ്റർ തുടങ്ങിയ ഇലക്ട്രോണിക് കമ്പോണൻസ് നമ്മൾ നിർമ്മിക്കുന്നത്. ദെൻ പി എൻ ജംഗ്ഷന്റെ രൂപീകരണത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രവർത്തനങ്ങളുണ്ട്. അതാകുന്നു ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും. ഓക്കെ, പി എൻ ജംഗ്ഷന്റെ രൂപീകരണത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രവർത്തനങ്ങളാകുന്നു ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് കാരണമായിട്ടുണ്ടാകുന്നതാകുന്നു ഡിഫ്യൂഷൻ. മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് കാരണമായിട്ടുണ്ടാകുന്നതാകുന്നു ഡിഫ്യൂഷൻ. എന്നാൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്നതാകുന്നു ഡ്രിഫ്റ്റ്. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് മാത്രമുള്ള റീജിയൻ എന്ന് പറയുന്ന പേരാകുന്നു ഡിപ്ലീഷൻ ലെയർ. ഓക്കെ, അപ്പോൾ ഡിപ്ലീഷൻ ലെയർ രൂപപ്പെടുമ്പോഴാണ് അവിടെ ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡിപ്ലീഷൻ ലെയറിലെ ഫിക്സഡ് ചാർജ് അല്ലെങ്കിൽ റെസ്റ്റ് ചാർജ് ആണ് ഉണ്ടാവുക. അവിടെ പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് മാത്രമുള്ള റീജിയൻ ആകുന്നു ഡിപ്ലീഷൻ ലെയർ. ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യുമ്പോഴാണ് അവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് ഉണ്ടാകുന്നത്. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്ന പേരാകുന്നു ഡ്രിഫ്റ്റ് കറണ്ട് അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നതിന് മുമ്പാണ് ശരിക്കും പറഞ്ഞാൽ ഡിഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് ആകുന്നു ഡിഫ്യൂഷൻ. ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് ആണ് ഡ്രിഫ്റ്റിന് കാരണമാകുന്നത്. ഡിഫ്യൂഷൻ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഡിപ്ലീഷൻ റീജിയന്റെ സൈസ് വലുതാകുന്നു. ഡിപ്ലീഷൻ റീജിയന്റെ സൈസ് വലുതാകുമ്പോൾ ഡിഫ്യൂഷൻ കറണ്ട് കുറയുന്നു. ഡിഫ്യൂഷൻ കറണ്ട് കുറയുമ്പോൾ ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാകുന്നു. ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. ഡിപ്ലീഷൻ റീജിയന്റെ സൈസ് കൂടുമ്പോൾ ഡ്രിഫ്റ്റ് കറണ്ട് കൂടും. ആ സമയത്ത് ഡിഫ്യൂഷൻ കറണ്ട് കുറയും. ഡിപ്ലീഷൻ റീജിയന്റെ സൈസ് കുറവാണെങ്കിൽ അതനുസരിച്ച് ഡിഫ്യൂഷൻ കറണ്ട് കൂടും. ഡിഫ്യൂഷൻ കറണ്ട് കൂടുമ്പോൾ ഡ്രിഫ്റ്റ് കറണ്ട് കുറയും.
ഡിഫ്യൂഷൻ കറണ്ടിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവുന്നത്. അത് ഡിപ്ലീഷൻ റീജിയന്റെ സൈസ് കൂടുമ്പോൾ ഡ്രിഫ്റ്റ് കറണ്ട് കൂടും, എന്നാൽ ഡിഫ്യൂഷൻ കറണ്ട് കുറയും.